നെല്ലിന് താങ്ങുവില കൂട്ടി ക്വിന്റലിന് 69 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ ക്വിന്റലിന് 2368 രൂപയായി ഉയർന്നു. 14 ഖാരിഫ് വിളകളുടെയും എണ്ണക്കുരുക്കളുടെയും താങ്ങുവിലയും കൂട്ടി. സജു തോമസ് വിശദാംശങ്ങൾ നൽകും. സജു, കേന്ദ്ര തീരുമാനത്തെ, അതിന്റെ സാഹചര്യത്തെ എങ്ങനെ കാണാം? കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന തരത്തിലാണ് ഇന്നത്തെ കേന്ദ്ര മന്ത്രിസഭ യോഗ തീരുമാനങ്ങൾ വന്നിരിക്കുന്നത്. നെല്ലിന്റെ താങ്ങുവില ഇന്നിപ്പോൾ വർദ്ധിപ്പിച്ച ഒരു തീരുമാനമാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നെല്ല് 69 രൂപയാണ് ഇപ്പോൾ ക്വിന്റലിന് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 2368 രൂപയായിട്ടാണ് ഇനിയിപ്പോൾ ലഭിക്കുക. അതുപോലെ ഖാരിഫ് ഉൽപ്പന്നങ്ങളുടെയും മിനിമം താങ്ങുവില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവിലയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ തുവരപ്പരിപ്പ്, അതുപോലെ ചെറുപയർ, ഉഴുന്നുപരിപ്പ് അടക്കമുള്ളതും അതുപോലെ എണ്ണക്കുരുക്കളുടെയും താങ്ങുവിലയാണ് വർദ്ധിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശിലെ പുതിയ 4 വരി ഹൈവേക്കും കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലുമായി 2 മൾട്ടി ട്രാക്ക് പ്രോജക്ടുകൾക്കും കേന്ദ്ര സർക്കാർ ഇപ്പോൾ അംഗീകാരം നൽകുന്നു. ഇതോടൊപ്പം തന്നെ റെയിൽവേയുടെ വിവിധ പദ്ധതികൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിലായിരുന്നു ഏറ്റവും പ്രധാനമായിട്ട് ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ റെയിൽ പാതകൾ നിർമ്മിക്കുന്നതുമായിട്ടുള്ള ഒരു അംഗീകാരം നൽകിയത്. ഇന്നിപ്പോൾ ഈ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പുതുതായിട്ടുള്ള 4 വരി പാതകൾ, റെയിൽ പാതകൾക്കും ഇപ്പോൾ അംഗീകാരം നൽകുന്ന ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ശരി സജു.